ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി ഉദയസമുദ്ര ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസും SKAL ഇന്ത്യയും സംയുക്തമായി സംഘടിപ്പിച്ച ബ്ലൂ റാമ്പ് ശ്രദ്ധേയമായി. വിഴിഞ്ഞം പോർട്ട് MD ദിവ്യ S. അയ്യർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് കടലിനെ പരിചയപ്പെടുത്തുന്ന പരിപാടിയാണ് ബ്ലൂ റാമ്പ്. പരിമിതികളെ മറികടന്ന കടലിനെ അറിഞ്ഞും അനുഭവിച്ചും അവർ ഒത്തുകൂടിയപ്പോൾ അത് ഒരു പുതിയ അനുഭവമായി മാറി. പ്രത്യേകം കരുതൽ വേണ്ട കുരുന്നു മനസ്സുകളാണ് കടലോളം സന്തോഷത്തോടെ കടലമ്മയെ തൊട്ടറിഞ്ഞത്. കടലൊക്കെ അടിപൊളിയാണോ? എന്ത് തോന്നി ഇറങ്ങിയപ്പോഴേക്കും? എൻജോയ് ചെയ്തു. ഇവിടെ വരുമ്പോൾ ഒരിക്കലും ബോറടിക്കാറില്ല. 3 വട്ടം വന്നിട്ടും ബോറടിച്ചിട്ടില്ല. നല്ല പരിപാടിയാണ്. കുട്ടികൾക്കൊപ്പം കൂട്ടുകാരിയായി വിഴിഞ്ഞം പോർട്ട് MD ദിവ്യ S. അയ്യർ കൂടി ചേർന്നതോടെ അവരുടെ സന്തോഷം ഇരട്ടിയായി. കാഴ്ചയിലൂടെ മാത്രമല്ല, ആ കാറ്റ് വീശുന്നതിലൂടെയും കടൽ തിരമാലകൾ നമ്മുടെ കാലിലടിക്കുന്നതും തൊട്ട് എല്ലാം അത്രമാത്രം മനസ്സിന് കുളിർമയേകുന്നൊരു അനുഭവമാണ്. അപ്പോൾ ആ അനുഭവങ്ങൾ നമ്മുടെ എല്ലാവരുടെ അർഹതയും കൂടിയാണ്. അപ്പോൾ അത് പര്യാപ്തമാക്കുക എന്നുള്ളൊരു ഒരു മാർഗമായിട്ട് ശരിക്കും ഇവിടുത്തെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും ഇന്ന് മാറിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സൽക്കർമ്മം തീർച്ചയായിട്ടും ഏവർക്കും ആഹ്ലാദം പകരുന്നത് തന്നെയാണ്. ഭിന്നശേഷിക്കാരായ കുരുന്നുകൾക്ക് കടലിനെ അടുത്തറിയുന്നതിന്റെ ഭാഗമായിട്ടാണ് ബ്ലൂ റാമ്പ് സംഘടിപ്പിച്ചത്. ഇന്നലെ വരയ്ക്കും ചെയ്യാൻ പറ്റുമെന്ന് വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം കടൽ കയറി വന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ദൈവത്തിൻ്റെ പ്രാർത്ഥനയും ദൈവത്തിൻ്റെ ഒരു മക്കളായിരിക്കുന്നതുകൊണ്ട് ദൈവം സപ്പോർട്ട് ചെയ്താൽ ചെയ്യാൻ പറ്റും. അപ്പോൾ സന്തോഷമാണ് നമ്മളെല്ലാം ഇത് ചെയ്യാൻ പറ്റുന്നവർക്ക് വേണ്ടി ചെയ്യുന്നത്. നമ്മളെല്ലാം സ്ട്രെസ് ടെൻഷനും നമ്മൾ എന്ത് പറയുന്നത് ലൈക്ക് കണ്ണിരുന്നിട്ട് നമ്മൾ നിറയെ കുറ്റങ്ങളും തെറ്റുകൾ പറയുന്ന ആൾക്കാരാണ്. പക്ഷേ ഇവരുടെ ഒരു കാര്യത്തിൽ അവർ അത്ര ഹാപ്പി ആയിട്ട് പോകുന്നത് സംതിങ് വെരി ഗ്രേറ്റ്. സോ ഐ തിങ്ക് വി ആർ വെരി ഹാപ്പി ദാറ്റ് നമ്മൾ ഇവരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റി പറയുന്നത് സന്തോഷമാണ്. ഉദയസമുദ്രയുടെ നേതൃത്വത്തിൽ 5ാം തവണയാണ് സീറാം സംഘടിപ്പിക്കുന്നത്. 2 മണിക്കൂറിലധികം സമയം കുട്ടികൾ കടൽ തീരത്ത് ചിലവഴിച്ചു. കുട്ടികൾക്ക് കടലിലിറങ്ങുന്നതിന് പ്രത്യേക സൗകര്യവും ഒരുക്കിയിരുന്നു. ചടങ്ങിന്റെ ഭാഗമായി കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികളും നടന്നു. കോസ്റ്റ് ഗാർഡ് കമാൻഡന്റ് ശ്രീകുമാർ, ഉദയസമുദ്ര ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് CEO രാജഗോപാൽ, ജാക്സൺ പീറ്റർ എന്നിവരും പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം.